അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 10ാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ സ്നാക്ക് തയ്യാറാക്കുന്നത് ബ്രെഡ് പൊരിയാണ് കേട്ടോ. മസാല ബ്രെഡ് പൊരിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവ നന്നായി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ബാറ്റർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്യാനുള്ള പരിപാടി ആരംഭിക്കാം. ഇതിനു വേണ്ടിയിട്ട് 5 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ ബ്രെഡും 4 പീസ് വീതമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ബ്രെഡ് പീസും നമ്മുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു മുട്ടയും കൂടെ നമ്മുടെ ബാറ്ററിലേക്ക് പൊട്ടിച്ചൊഴിച്ചിരുന്നു. ബാറ്റർ മൊത്തത്തിൽ പൊരിച്ചെടുക്കാൻ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ജ്യൂസിൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. ഇന്ന് മുന്തിരിയാണ് ജ്യൂസ് അടിക്കുന്നത്. പുഴുങ്ങി വെച്ച മുന്തിരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുത്ത ഈ മുന്തിരി അരിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വത്തക്കയും ആപ്പിളും മുസമ്പിയുമാണ് കേട്ടോ ഇന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഓരോന്നും കട്ട് ചെയ്ത് മാറ്റി വെക്കാം.
ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അരി കഴുകുകയാണ്. അരി കഴുകിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. സെറ്റ് ചെയ്ത് വെക്കാൻ നിൽക്കുമ്പോഴാണ് നല്ല കാറ്റ് വന്നത് കേട്ടോ. മഴക്കാറുണ്ടായിരുന്നു, അതിശക്തമായിട്ടുള്ള കാറ്റായിരുന്നു കേട്ടോ. മരങ്ങളൊക്കെ പൊട്ടി വീഴുന്നുണ്ട്. ഇനി നമുക്ക് ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കാം. കാറ്റടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഷെവിൻ സിത്തും പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ. ഇനി കാറ്റ് വരുമോ എന്ന് നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ രണ്ടാളും. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു, നമ്മൾ നോമ്പൊക്കെ തുറക്കുകയാണ്. നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഊറ്റി വെച്ചു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.